ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെനെക്സ്. അപ്പൊ നമ്മൾ ഇവിടെ മോഡൽ എക്സാമിന് വേണ്ടി ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു, ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തു, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ കുറെ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് ആ ചോദ്യം? സൂചന അധികാർ പത്ര തയ്യാർ കരെ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കൂ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു സൂചനാധികാർ പത്രം ഇല്ലാതിരിക്കില്ല. അപ്പൊ തന്നെ നമുക്കൊരു 8 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലോ ഇത് അല്ലെ. തീർച്ചയായും വരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെ പല ചോദ്യങ്ങളും അതും നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ആജ്കൽ റെയിൽഗാഡി മേ സ്ത്രീയോ പർ ആക്രമൺ ബഡ് രഹാ ഹെ. ഇനി നമുക്ക് എന്താണ് സൂചനാധികാർ പത്ര എന്ന് നിങ്ങൾക്ക് അറിയാതെ ഉണ്ടോ? വിവരാവകാശ കമ്മീഷന് അയക്കുന്ന കത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. അപ്പൊ കൂടുതൽ ആളുകളും ഇതൊക്കെ അയക്കുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടിയാണ്. ഇപ്പൊ ജോലി ഒരാൾക്ക് PSC കിട്ടി, പക്ഷെ അയാൾക്ക് പോസ്റ്റിംഗ് ആകുന്നില്ല. അപ്പൊ ഇനി എത്ര ഒഴിവുകളുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് അല്ലെ എന്നേക്കാൾ മുന്നേ ഈ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര ഒഴിവുകളുണ്ട്, ഇപ്പൊ കോഴിക്കോടാണ്, കോഴിക്കോട് എത്ര ഒഴിവുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നതാണ് വിവരാവകാശ കമ്മീഷനൊക്കെ ലെറ്റർ അയക്കുക. അപ്പൊ നമുക്കും എന്തൊരു കാര്യത്തെ കുറിച്ചും പൊതുജനത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയെടുത്തു, എന്തൊക്കെ സുരക്ഷകളാണ് നിങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ അത് കൂടാതെ എങ്ങനെ ചെയ്യുന്നതിന് എതിരെ ടെക്നിക്കലി ഗവൺമെന്റ് എടുത്ത നയം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും അല്ലെ അറിയിക്കാനും സാധിക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് ഇത് മാത്രമല്ല, ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരില്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്നും കാണുന്നതാണ് ലഹരി വേട്ട അല്ലെ. പിന്നെ അത് കൂടാതെ സുരക്ഷ, ട്രെയിനിലുള്ള സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച്. അപ്പൊ ഇതുപോലെ എന്താണോ സിറ്റുവേഷനിൽ നമുക്ക് അല്ലെ എന്ത് തോന്നുന്നു, എപ്പോഴാണോ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അവരെടുത്തിട്ടുള്ള പുതിയ അപ്ഡേഷൻ, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ നമുക്ക് സൂചനാ അധികാർ പത്രം വഴി വിവരാവകാശ കമ്മീഷന് നമുക്ക് ലെറ്റർ അയക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ചില നിബന്ധനകൾ ഉണ്ട്. ഈ യുദ്ധത്തിനെ കുറിച്ച്, നമ്മുടെ ഈ കേസ് അന്വേഷണങ്ങളെ കുറിച്ച്, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, ആൻസർ കിട്ടില്ല. അതല്ലാതെയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവര് നിർബന്ധമായും നമുക്ക് എന്ത് തരണം, ആൻസർ തരണം. നോക്കൂ, ആജ്കൽ റെയിൽഗാഡി മേ സ്ത്രീയോ പർ ആക്രമൺ ബഡ് രഹാ ഹെ അല്ലെ. ഇന്നിപ്പോ ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ എന്താകുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ഇസ് റോക്കിനെ കേലിയെ, ഇതിനെയൊക്കെ തടയാനായിട്ട് ഭാരതീയ റെയിൽ മന്ത്രാലയ്, ഭാരതീയ റെയിൽ മന്ത്രാലയ് എന്ന് വെച്ചാൽ റെയിൽവേ द्वारा की जाने वाली कार्रवाइयों की जानकारी पाने के लिए രാകേഷ് കുമാർ. അപ്പോ റെയിൽ എന്താണ് ഭാരതീയ റെയിൽ ഇതിനെതിരെ എടുത്തിട്ടുള്ള നടപടി, കാർവായിയോ എന്ന് പറഞ്ഞാൽ നടപടി എന്നാണ് അർത്ഥം. ജാൻകാരി പാനേക്കെലിയെ, അറിവ് നേടാനായിട്ട് രാകേഷ് കുമാർ, ആരാണ് അയക്കുന്നത്? രാകേഷ് കുമാർ മയൂർ വിരാഹ് നയി ദില്ലി की ओर से सार्वजनिक सूचना अधिकारी रेल मंत्रालय नई दिल्ली के नाम सूचना अधिकार पत्र तैयार कीजिए. അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും എഴുതാനുള്ള പല കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ്, നമ്മൾ ആർക്കാണ് ഈ ലെറ്റർ അയക്കേണ്ടത്, ആർക്കാ നമ്മൾ അയക്കുന്നത്, അതൊന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാട്ടോ മക്കളെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുന്ന സമയത്ത് വായിച്ചു നോക്കുക. ആർക്കാണ് ഇവിടെ? സാർവജനിക് സൂചന അധികാരി റെയിൽ മന്ത്രാലയ്, സാർവജനിക് സൂചന അധികാരി റെയിൽ മന്ത്രാലയ് നയി ദില്ലി കെ നാം. അപ്പൊ നമുക്ക് അയക്കേണ്ട അഡ്രസ് ആണ് 1, അതവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അയക്കുന്ന ആളുടെ പേരും അല്ലെ വിലാസവും ഉണ്ടോ. പേരും വിലാസവും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ പേരും വിലാസവും തന്നെ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിലുണ്ടോ? എപ്പോഴും ചോദ്യത്തിൽ പേരും അഡ്രസ്സും നൽകണമെന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് പേര്? രാകേഷ് കുമാർ മയൂർ വിഹാർ
നൈ ദില്ലി. അപ്പൊ നമുക്ക് ഏകദേശം 2 അഡ്രസ്സുകൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സൂചനാ അധികാർ പത്രത്തിന്റെ ഒരു ഫോർമാറ്റ്. എന്താണ് ഫോർമാറ്റ്? ഒന്ന് എന്താണ് 10 റുപ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാമ്പ് നിങ്ങൾ ആദ്യം തന്നെ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ എഴുതിയിരിക്കണം. മനസ്സിലായോ? പേപ്പറിന്റെ വലത് വശത്തായിട്ട് 10 റുപ്യ, അത് മറന്നു പോയത് 10 റുപ്യ തന്നെ എഴുതുകയും വേണം. അത് വെറുതെ ഇങ്ങനെ ബോക്സ് വരച്ചാൽ പോരാ, അവിടെ സ്റ്റാമ്പ് എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല, അവിടെ 10 റുപ്യ എന്ന് തന്നെ നിങ്ങൾ എഴുതണം. പിന്നെ അത് കൂടാതെ സേവാമേ, അപ്പൊ സേവാമേ നമ്മൾ എന്ത് കൊടുക്കുന്നു? യെസ്, സാർവജനിക സൂചനാ അധികാരി. അപ്പൊ ആർക്കാണ് നമ്മൾ പറഞ്ഞല്ലോ അയക്കേണ്ട അഡ്രസ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ് ഇതാണ്, സാർവജനിക സൂചനാ അധികാരി റെയിൽ മന്ത്രാലയ് നൈ ദില്ലി. അപ്പൊ ഈ അഡ്രസ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഇതൊരു ഫോർമാറ്റ് ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതുക. സേവാമേ എഴുതാ, ആർക്കാണോ അയക്കുന്നത് ആ അഡ്രസ് എഴുതാ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അയക്കുന്നത് ആ അഡ്രസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും, അതെടുത്ത് എഴുതാം. 10 റുപ്യ എന്ന് എഴുതിയല്ലോ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ 5 കോളങ്ങൾ. ഈ 5 കോളങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിച്ചു വെക്കുക. ഒന്ന് ആവേദക നാം, അയക്കുന്ന ആളുടെ പേര്. ടാക്ക് ക പൂരാ പത്ത, അല്ലെ, എന്താണ് പൂർണ്ണ വിലാസം. അതുകൂടാതെ സൂചനാ വിഷയ്, നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ അന്വേഷിക്കുന്നത്, ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾക്ക് അറിയേണ്ടത്, അതാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അടുത്തത് 4ാമത്തെ സ്റ്റെപ്പ് മാങ്കി ഗൈ സൂചനാക്ക വിവരൺ, നമുക്ക് ലഭിക്കേണ്ട സൂചനകളുടെ വിവരണം. സൂചന ടാക്ക് യാ ദസ്തീമേ, ഇനി നമുക്ക് കിട്ടേണ്ട വിവരങ്ങളൊക്കെ പോസ്റ്റൽ ആയിട്ടാണോ അതല്ലാതെ മറ്റു മാർഗമാണോ ഫാക്സോ കാര്യമാണോ അതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. പിന്നീട് ഹസ്താക്ഷർ, നാം, ഹസ്താക്ഷർ, സ്ഥാന്, താരീഖ്. അപ്പൊ ഈ ഒരു പേജ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം മക്കളെ. 8 മാർക്കിന്റെ ചോദ്യമാണ്, മറന്നു പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ ആവേദക നാം കൊടുക്കണം. നമ്മളെ ചോദ്യത്തിൽ ആ പേരുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ സേവാമേ ആർക്കാണ് അയക്കുന്നത്? ഞാൻ പറഞ്ഞു ചോദ്യത്തിൽ ഉണ്ടാകും അല്ലെ അഡ്രസ്. നമ്മൾ ആർക്കാണ് എന്ത് വിവരം അറിയാൻ എങ്ങോട്ടാണ് നമ്മൾ അയക്കുന്നത്? റെയിൽ മന്ത്രാലയ് അല്ലെ, സാർവജനിക സൂചനാ അധികാരി. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. സേവാമേ സാർവജനിക സൂചനാ അധികാരി. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു റെയിൽ മന്ത്രാലയ് നയി ദില്ലി. യെസ്, അപ്പൊ ആ ഒരു അഡ്രസ് ഇവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, എഴുതിയല്ലോ. ഇനി നമുക്ക് ആവേദക നാം, ആരാണോ അയക്കുന്നത് അയക്കുന്ന ആളുടെ പേര്. ആ അയക്കുന്ന ആൾ ആരാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ? യെസ്, രാകേഷ് കുമാർ. അയാളുടെ ഫുൾ അഡ്രസ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മയൂർ വിരാഹ് നൈ ദില്ലി. ഓക്കെ, അപ്പൊ നൈ ദില്ലി മയൂർ വിരാഹ് നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സാണ്. അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പേരും അഡ്രസ്സും നൽകിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരും അഡ്രസ്സും കൊടുക്കാം. ഇനിയിപ്പോ നമ്മളെ കേരളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് അഡ്രസ്സും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി സൂചനാക്ക വിഷയ്. അപ്പൊ ഇവിടെ മന്ത്രാലയം എഴുതുന്ന സമയത്ത് ഓക്കെ, സൂചനാക്ക വിഷയ് എന്താണ്? നമുക്ക് റെയിൽ गाड़ी में स्त्रियों पर रेलगाड़ी में स्त्रियों पर होने वाले അല്ലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന എന്താണ് അത്യാചാർ അല്ലെ ആക്രമൺ രോക്കനെ കെ ലിയെ, അത്യാചാർ എന്നും പറയാം,
आक्रमण रोकने के लिए की गई कार्रवाइयां। कार्रवाइयों से संबंधित അപ്പൊ നടപടികൾക്ക് അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള ട്രെയിനിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കനുസരിച്ച് അതിനെതിരെയുള്ള നടപടികളെ സംബന്ധിച്ച് അതാണ് നമ്മൾ ഇവിടെ മൂന്നാമതായിട്ട് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമതായിട്ട് ചോദിക്കാനുള്ളത് ഇതാണ്, മാംഗി ഗയി സൂചന കാ വിവരൺ. മാംഗി ഗയി സൂചന കാ വിവരൺ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയാനുള്ളത് ആ ചോദ്യങ്ങൾ നമ്മൾ അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതൊന്ന് നിങ്ങൾ 1-2 ചോദ്യം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ചോദിക്കാം. ഒരു ചോദ്യം, ഇത്രയും നാളിനിടയിൽ ഇതുപോലത്തെ എത്ര കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇന്ന് വരെ ആജ് തക് കിത്തനെ ആക്രമൺ, ഇന്ന് വരെ എത്ര ആക്രമണം, ആജ് തക് കിത്തനെ ആക്രമൺ ഹുവാ ഹേ. ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചാണെങ്കിലും ഇതുവരെ എത്ര അതുപോലെയുള്ള കേസുകൾ നടന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അടുത്തത്, റെയിൽ ഗാഡി മേ സ്ത്രീ സുരക്ഷാ के लिए क्या क्या कार्रवाइयां की है. എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യമാണ് ഞാനിപ്പോ ഇവിടെ ഈ ഇനി താഴോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതായി പോകും, എന്താണ് മാറിപ്പോകും. ഇനി സൂചന ടാക്ക് യാ ദസ്തി, ഈ 5ാമത്തെ കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ടാക്ക് ദ്വാര. അപ്പൊ ഇവിടെ കുറച്ചൊന്ന് നമ്മൾ പഠിക്കേണ്ടതും പഠിച്ചു വെച്ച് ആൻസർ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതുമാണ് ഈ 4ാമത്തെ കോളം. 4ാമത്തെ കോളം മാത്രമാണ് ഒരു അല്പം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഭാഗം. അത് ഏതെങ്കിലും ഒരു 2 ആൻസർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പുതിയ ചോദ്യം കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ മുൻപായിട്ട് ഈ 5 സ്റ്റെപ്പുകൾ ഒന്നിങ്ങനെ പഠിച്ചു വെക്കുക. അത് നമുക്കറിയാം, ഒന്ന് അയക്കുന്ന ആളുടെ അഡ്രസ്സാണ്, പിന്നെ അത് കൂടാതെ പേരും അഡ്രസ്സും കൊടുക്കുക, അതുകൂടാതെ എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത് കത്ത് എന്നുള്ള കാര്യം അവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. 4ാമതായിട്ട് നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എഴുതുന്നത്. ദെൻ 5ാമതാണ് എങ്ങനെയാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകേണ്ടത് എന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണ് ഹസ്താക്ഷർ, നാമ ഹസ്താക്ഷർ, दिन तारीख, स्थान और तारीख. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്കിന്റെ ആൻസർ ആയി. അപ്പൊ ഇത് ഞാൻ നിർബന്ധിച്ച് നിങ്ങളോട് വീണ്ടും വീണ്ടും പഠിക്കാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്രയോ ചോദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാലാണ് നിങ്ങൾക്ക് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പഠിക്കാത്തൊരു ചോദ്യം വന്നാലും നിങ്ങൾ എന്താവില്ല അവിടെ നിങ്ങൾ തകർന്നു പോവില്ല. നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാൻ സാധിക്കും. 2 ചോദ്യങ്ങൾക്കാണ് 8 മാർക്കിന്റെ ആൻസർ അല്ലെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് നിർബന്ധമായും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാന്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.